ഒരു മുട്ട റോസ്റ്റ് റെസിപ്പി കണ്ടാലോ? അപ്പോൾ അതിലേക്ക് നമുക്ക് അടിപൊളിയായിട്ടുള്ളൊരു മസാലക്കൂട്ടാണ് കേട്ടോ ഫസ്റ്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലേക്ക് വലിയ ഉള്ളി ഇല്ലേ, അത്, പിന്നെ വെളുത്തുള്ളി, കുറച്ച് കറിവേപ്പില, പിന്നെ 2-3 വറ്റൽമുളക്. അതായത് നമ്മൾ എത്രയാണോ എടുക്കുന്നത് ഉള്ളി അതിനനുസരിച്ച് നമുക്ക് എരിവിനില്ല പാകത്തിന് കേട്ടോ. അപ്പോൾ അതും കൂടെ ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. നമ്മളിവിടെ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് അതിലേക്ക് എന്ത് ചെയ്യുക, ഈ ഒരു മസാലക്കൂട്ട് ചേർക്കുക. എന്നിട്ട് നന്നായിട്ട് എന്ത് ചെയ്യുക, മിക്സ് ചെയ്ത് അതിൻ്റെ ഒരു പച്ചമണം ഉണ്ടാവുമല്ലോ, അതൊക്കെ ഒന്ന് മാറി, ഉള്ളിയുടെ ഒരു ഇതുണ്ടാവില്ല കുത്തൽ, അപ്പോൾ അതൊക്കെ ഒന്ന് മാറി വരുന്നവരെ നമ്മൾ വഴറ്റിയെടുക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുറച്ച് കുരുമുളക് പൊടി കേട്ടോ, അത് കുരുമുളക് പൊടി, പിന്നെ അതേപോലെ പെരുംജീരകത്തിൻ്റെ പൊടിയില്ലേ, അതും കൂടിയും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ തന്നെ നമുക്കൊരു മുട്ട പൊട്ടിച്ചിട്ട് അതിലേക്ക് ഒഴിക്കാം. 1, 2, 3 നമ്മൾ എത്രയാണോ മസാലക്കൂട്ട് വെച്ചാൽ അതിനനുസരിച്ചുള്ള മുട്ടയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഒരു 10 മിനിറ്റിൻ്റെ ഉള്ളിൽ, 10 മിനിറ്റ് വേണ്ട, നമുക്ക് അതിൻ്റെ ഉള്ളിൽ അടിപൊളി മുട്ട റോസ്റ്റ് ഉണ്ടാക്കാം കേട്ടോ. ഇത് മാത്രം മതി നമുക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്.